ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഗ്രാസിയാണ് വണ്ടി, സ്കൂട്ടർ. അതിന് നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നത്. വണ്ടി സ്റ്റാർട്ടായിട്ട് കുറച്ച് ഓടും, അത് കഴിയുമ്പോൾ ഓഫായി പോകും. അതാണ് കംപ്ലൈൻ്റ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ കോയിൽ അസംബ്ലിയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം വന്നതാണ്. ഈ കോയിൽ അസംബ്ലിയും ഈ പ്ലഗിലേക്ക് വന്ന ഈ അഡാപ്റ്ററും, ഈ രണ്ടും കൂടി നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഐറ്റം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വണ്ടി ട്രയൽ അടിച്ചു. അപ്പോൾ കാർബേറ്റർ എവിടെ ക്ലീൻ ചെയ്തായിരുന്നതാണ്, പക്ഷേ അത് നമുക്കത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. കാരണം നമുക്ക് രണ്ടാമതൊന്നും കൂടി അഴിക്കേണ്ടി വന്നു. അഴിച്ച് വീണ്ടും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കാതെയും ചെറിയൊരു മിസ്സിങ് കാണിക്കേണ്ടതാണ്. അപ്പോൾ അതും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിക്കാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അത് ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ്. നേരെ മറിച്ച് റൈറ്റ് സൈഡിലത്തെ പിടിച്ചടിക്കുമ്പോൾ വർക്കാവും. റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അടിക്കുന്ന സമയത്ത് വർക്കാവും, ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് വർക്കാവില്ല, സെൽഫ് എടുക്കണ്ടായില്ല. അതിൻ്റെ കംപ്ലൈൻറ്റ് ബ്രേക്ക് സ്വിച്ചിൻ്റെ ഉണ്ടോ. അപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ എത്ര കേസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് സ്വിച്ച് മാറുന്നുണ്ട്, ഈ ഇഗ്നീഷൻ കോയിൽ ഹൈ ടെൻഷൻ കോയിലും അതിൻ്റെ പ്ലഗിൻ്റെ അഡാപ്റ്ററും മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലൈൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഈ ബോഡിയൊക്കെ നല്ല അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കയറ്റി ഇടാട്ടോ. കാരണം ഈ ഭാഗമൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്. ഇതേപോലെ ഇടയ്ക്കൊക്കെയാണ് അഴിക്കേണ്ടി വരാറ്. അഴിക്കണ കൂട്ടത്തിൽ കാണുമ്പോൾ കൈയോടെ വാഷ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതാണ്. വല്ല തുരുമ്പ്, ഇവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേസും എവിടെയെങ്കിലും തുരുമ്പൊക്കെ ഉണ്ട്, ഈ കൈയോടെ തന്നെ അങ്ങോട്ട് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതുമേ തീർന്ന് പോക്കുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ ബാക്കിയത്തെ നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വാട്ടർ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം, ഞാൻ അതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് പറഞ്ഞേക്കാം. ഓക്കെ.